പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ന്യൂ മാത്സ് പരീക്ഷയിൽ സംസ്ഥാനതല വിജയിയായ പടിയൂർ SNA UP സ്കൂളിലെ 7ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് സിയാനെ അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും PTA, മദർ PTA പ്രതിനിധികളും സിയാന്റെ വീട്ടിലെത്തി മൊമെന്റോ നൽകി അനുമോദിച്ചു. ഇരിക്കൂർ ഉപജില്ലയെ പ്രതിനിധീകരിച്ചാണ് മുഹമ്മദ് സിയാൻ പരീക്ഷ എഴുതി നേട്ടം കൈവരിച്ചത്. ചടങ്ങിൽ SNDP ഇരിട്ടി യൂണിയൻ സെക്രട്ടറി PN ബാബു മാസ്റ്റർ, പടിയൂർ SNDP ശാഖായോഗം പ്രതിനിധികളായ KN വിനോദ്, പ്രകാശപ്പാറയിൽ, AM കൃഷ്ണൻകുട്ടി, പ്രധാന അധ്യാപിക PG സിന്ധു എന്നിവർ പങ്കെടുത്തു. വളരെ ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥയാണിത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടിക്ക് സംസ്ഥാന തലത്തിൽ തന്നെ മാത്സിന് നാളെ ആ കുട്ടി നമ്മളെല്ലാം നല്ല പ്രചോദനം കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഏറ്റവും നല്ല പ്രഗത്ഭനായ ഒരു മാത്തമാറ്റീഷ്യനായിട്ട് തന്നെ മാറത്തക്ക രീതിയിലേക്ക് ആ കുട്ടി ഇപ്പൊ 8ാം ക്ലാസ്സിലേക്ക് അല്ലെ ചേർന്ന് എവിടെ ചേർന്ന് വടിയ വയസ്സ്. അപ്പം ഭാവിയിൽ വലിയ ഒരു നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കണം. എന്തായാലും എന്താണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പടിയൂർ സ്കൂളിലെ ആ ടീച്ചർ HM എന്ത് ചെയ്തു, ഇത് പറഞ്ഞപ്പം തന്നെ ടീച്ചർ തന്നെയാണ് മുൻകൈ എടുത്തത്. നമുക്ക് ആ കുട്ടിക്ക് വീട്ടിൽ പോയി ഒരു സ്വീകരണം കൊടുക്കണം. വീട്ടിൽ പോയി പ്രിയപ്പെട്ട രക്ഷിതാക്കളോടൊപ്പം ഒരു സ്വീകരണം എന്താണ് ആ കുട്ടിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, ആ കുട്ടിക്ക് മാത്രമല്ല അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക്. നമുക്ക് കാണാം, നമുക്കൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എന്തായി തീരണമെന്നുള്ളത് പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ മക്കളും കൂടി ഉയർന്ന് മുന്നോട്ട് പോയാൽ അതിന് ബന്ധപ്പെട്ട പഠിപ്പിക്കുന്ന അധ്യാപകരും PTA-യും എല്ലാവരും കൂടെ കൂടി ചേരുമ്പോഴത്തേക്കും വലിയൊരു ആഘോഷത്തോടൊപ്പം തന്നെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ തന്നെ എന്താണ് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പരമാവധി നമ്മൾ പരിശ്രമിക്കുക. എല്ലായിടത്തും നമ്മൾ കളക്ടർ എഞ്ചിനീയറൊന്നും ആയില്ല, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹത്തിനനുസരിച്ച് അതിനുള്ള ഒരു പ്രചോദനം എന്താണ് നമുക്ക് നമ്മുടെ രക്ഷിതാക്കളുടെ അടുത്ത് നിന്ന് കിട്ടിയാൽ അതായി തീരും എന്നുള്ളതാണ് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പിന്നെ നമുക്ക് പറ്റുന്നത്.